നിങ്ങളിൽ ചിലരെങ്കിലും ഈ ഒരു പഴയ പാട്ട് കേട്ടിട്ടുണ്ടാവും. ഇതിനകത്തൊരു രംഗമുണ്ട്. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ മദ്യക്കുപ്പികൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ സെന്ററിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സജിറ്റേറിയസ് B2 എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. നമ്മുടെ സോളാർ സിസ്റ്റത്തിന് എത്ര വലിപ്പം ഉണ്ടാവും അതിൻ്റെ ഒരു 1000 മടങ്ങ് വലിപ്പമുള്ള ഒരു ഇന്റർസ്റ്റെല്ലാർ ക്ലൗഡ്. അവിടെ ശരിക്കും ഒരു നക്ഷത്രം ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. നക്ഷത്രത്തിന്റെ ലേബർ റൂമാണെന്ന് പറയാം. അവിടെ റമ്മിന്റെ മണമുള്ള റാസ്ബെറിയുടെ രുചിയുള്ള ബില്യൺ ലിറ്റർ ആൽക്കഹോൾ. ഇത് കേൾക്കുമ്പോൾ അവിടേക്ക് മനസ്സുകൊണ്ടെങ്കിലും ഒരു ഇന്റർസ്റ്റെല്ലാർ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവരോട് ഒരു ചോദ്യം: എത്ര ലെവൽ ഓഫ് ആൽക്കഹോളാണ് സേഫായിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നത്? വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയ, ഡയറ്റൊക്കെ കീപ്പ് ചെയ്യുന്ന, ജിമ്മിൽ പോകുന്ന ഒരു 26-27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഇടയ്ക്കൊക്കെ ചെറുത് കഴിക്കുന്നത് നല്ലതാണ്. മദ്യത്തിന് പല ഔഷധ ഗുണങ്ങളും മദ്യത്തെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും നമ്മുടെ ഇടയിലുണ്ട്. മദ്യം കൊഴുപ്പിനെ ഉരുക്കിക്കളയും, കൊളസ്ട്രോളിന് ബെസ്റ്റാണ്, അത്തരത്തിലുള്ള. ശരിക്കും മദ്യം ഒരു സിസ്റ്റമിക് പോയിസൺ ആണ്. നമ്മുടെ ബോഡിയിലെ എല്ലാ ഭാഗങ്ങൾക്കും ടോക്സിക് ആവാൻ സാധ്യതയുള്ളത്. കല്യാണരാമൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തൊരു സീനുണ്ട്. മദ്യപിക്കുന്ന ഫ്രീക്വൻസി കഴിക്കുമ്പോൾ വല്ലപ്പോഴും എന്ന് പറയും. അപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ പലപ്പോഴും കഴിക്കും. ഈ വല്ലപ്പോഴും എന്ന് പറയുന്നത് വേറെ ആളുടെ പലപ്പോഴും ആയിരിക്കാം. അപ്പോൾ എന്തായാലും വല്ലപ്പോഴും ആണെങ്കിലും പലപ്പോഴും ആണെങ്കിലും മദ്യപിക്കുന്നവരുടെ അടുത്ത് WHO ഈ ഒരു സൈറ്റ് കാണിക്കുക: നോ ലെവൽ ഓഫ് ആൽക്കഹോൾ കൺസംപ്ഷൻ ഈ സേഫ് ഫോർ അവർ ഹെൽത്ത്. അതോടൊപ്പം ബ്രിട്ടന്റെ ഡ്രഗ് ഹാം സ്കോറിൽ ഏറ്റവും ടോപ്പ് സ്കോറായിട്ട് നിൽക്കുന്ന മദ്യത്തിന് ഒരു കുഞ്ഞു ട്രോഫി കൂടി മേടിച്ചു കൊടുക്കുക.